ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2023 നമ്മളുടെ SSLC എക്സാമിന് നമ്മളുടെ ചാപ്റ്റർ 8 സോളിഡ്സ് ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. ഓക്കെ, എ സ്ക്വയർ പിരമിഡ് ഈസ് മെയ്ഡ് ബൈ കട്ടിംഗ് ഔട്ട് എ പേപ്പർ ആസ് ഇൻ ദ ഫിഗർ. Side of the square is 40 cm, height of the triangle is 25. ചിത്രത്തിലേതുപോലെ രൂപം മുറിച്ചെടുത്ത് ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കുന്നു. സമചതുരത്തിന്റെ വശം 40 സെന്റിമീറ്ററും ത്രികോണങ്ങളുടെ ഉയരം 25 സെന്റിമീറ്ററുമാണ്. വാട്ട് ഈസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ സ്ക്വയർ പിരമിഡ്? സ്തൂപികയുടെ ചെരിവ് ഉയരം എത്ര? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പിരമിഡ്. സ്തൂപികയുടെ ഉയരം കാണുക. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ പിരമിഡ്. സ്തൂപികയുടെ വ്യാപ്തം കാണുക. അപ്പൊ മക്കളെ, ആ ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. അവിടെ ത്രികോണത്തിന്റെ ഹൈറ്റ് തന്നിട്ടില്ലേ? എത്രയാ? 25. ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 25. ഒരു സ്ക്വയർ പിരമിഡിന്റെ, ഒരു സമചതുര സ്തൂപികയുടെ ചെരിവുയരം അഥവാ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് അത് ത്രികോണത്തിന്റെ ഉയരമാണ്. ആണോ? അപ്പോൾ ഒരു സമചതുര സ്തൂപികയുടെ ചെരിവുയരം അഥവാ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ ഉയരമാണ്. അപ്പൊ ഇവിടുത്തെ സ്ലാന്റ് ഹൈറ്റ് നമുക്ക് കിട്ടിയില്ലേ? സ്ലാന്റ് ഹൈറ്റ് എത്രയാ? 25 ആണ്. L = 25. Then find the height of the pyramid. ഹൈറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. L കിട്ടി. എയും നമുക്കറിയാം 40 ആണ്. ബേസ് എഡ്ജ് പാദവക്ക് 40 ആണ്. അപ്പൊ L കിട്ടി, A കിട്ടി. LAH ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ അതാണിത്. L² = H² + A/2 the whole square. L 25 ആണ്, H ആണ് കണ്ടുപിടിക്കേണ്ടത്. A 40 ആണ്. അപ്പൊ A/2 എത്രയാ? 20 ആണ്. ഓക്കെ, 25ന്റെ സ്ക്വയർ, 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാൻ എളുപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? 5 അല്ലാത്ത സംഖ്യ ഏതാ? 2. 2 കഴിഞ്ഞാൽ 3. അപ്പൊ 2 × 3 ചെയ്യുക. 2 3 6. എന്നിട്ട് ഒരു 25 ഇട്ട് കൊടുക്കുക. 20ന്റെ സ്ക്വയർ 400. ഇനി 400നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാം. പ്ലസ് ഇപ്പുറം വരുമ്പോൾ എന്താവും? മൈനസ് ആവും. ഓക്കെ, 625 400 പോകണം. 5 2 2 225. H² ആണ് 225. സ്ക്വയർ കളയാൻ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. സോ റൂട്ട് 225. 25ലാണ് അവസാനിക്കുന്നത്. അപ്പൊ 5ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയാണ്. 2 ആണ്. ഏതൊക്കെ അടുത്തടുത്ത സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് 2 കിട്ടുക? 1 × 2 ആണ് 2. അതിൽ ചെറിയ സംഖ്യ അഥവാ 15. ഓക്കെ, അപ്പൊ ഹൈറ്റ് കിട്ടിയ എത്രയാ? 15. അടുത്തത് വോളിയം കാണണം. വോളിയം കാണാൻ ലൊക്കേഷൻ എന്താ? 1/3 A²H. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആണ്. H എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പൊ 1/3 × 40ന്റെ സ്ക്വയർ. 40ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 40 × 40 ആണ്. 4 16. 16ഉം പിന്നെ 2 0 ഇട്ട് കൊടുക്കുക. 15നെ നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാം. 15നെ 3 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു 3 3 26 3 9 4 12 I 3 15. അപ്പൊ ഇവിടെ 5 വരും. ഇനി 1600നെ 40ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1600. അതിന് 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 16നെ 5 ആയിട്ട് ഗുണിച്ചാൽ മതി. 6 5 30 0 ശിഷ്ടം 3. 1 5 5 3 8. ഇനി 2 0 അല്ലേ? ആ 0 കൂടി ഇട്ട് കൊടുക്കുക. സോ 8000 സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് അതിൻ്റെ വോളിയം അഥവാ വ്യാപ്തം വരുന്നത്. അടുത്തത്, there are 2 cylindrical wooden blocks with a diameter 60 cm and height 60 cm. A largest cone is carved out from one block and largest sphere from other. 60 സെന്റിമീറ്റർ വ്യാസവും 60 സെന്റിമീറ്റർ ഉയരവുമുള്ള വൃത്തസ്തൂപികാകൃതിയിലുള്ള 2 തടിക്കഷ്ണങ്ങളുണ്ട്. ഒന്നിൽ നിന്നും പരമാവധി വലുപ്പമുള്ള ഒരു വൃത്തസ്തൂപികയും മറ്റേതിൽ നിന്നും പരമാവധി വലുപ്പമുള്ള ഒരു ഗോളവും ചെത്തിയെടുക്കുന്നു. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ? വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എത്രയാണ്? ഫൈൻഡ് ദ വോളിയം ഓഫ് ദ കോണ്. വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണുക. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ. ഗോളത്തിന്റെ ആരമെന്ത്? കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ.
സ്പിയർ, ഗോളത്തിന്റെ വ്യാപ്തം കണക്കാക്കുക. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് ദ കോൺ ആൻഡ് സ്പിയർ. വൃത്തസ്തൂപികയുടെയും ഗോളത്തിന്റെയും വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം കാണുക. അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ? വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എത്രയെന്നാണ് ചോദ്യം. സിലിണ്ടറിന്റെ വ്യാപ്തം എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച്. എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ, ഡയമീറ്റർ 60 അപ്പൊ റേഡിയസ് എത്രയാ? 30. ഓക്കെ, ഹൈറ്റ് 30. വോളിയം പൈ ആർ സ്ക്വയർ എച്ച്. 6 റേഡിയസ് 30, ഹൈറ്റ് 60. ഓക്കെ, അപ്പൊ 30ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 30 × 30 900 വരും. 900നെ 60 ഗുണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 6 54, പിന്നെ 3 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, 54,000 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഇനി രണ്ടാമത്തെ ചോദ്യം കോണിന്റെ വോളിയാണ്. കോണിന്റെ വോളിയം എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ 1/3 ആണ്. ഓക്കെ, ഒരു സിലിണ്ടറിന്റെ വോളിയം എന്താണോ ആ സിലിണ്ടറിൽ തന്നെ പരമാവധി മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആ സിലിണ്ടറിന്റെ ഹൈറ്റ് തന്നെയാണ്, ആ സിലിണ്ടറിന്റെ ബേസ് തന്നെയാണ്, ആ എന്താ പറയാ സ്തംഭത്തിന്റെ പാദം തന്നെയാണ്, ആ സ്തംഭത്തിന്റെ ഉയരം തന്നെയാണ്. കാരണം ആ സ്തംഭത്തിൽ നിന്നാണ് ആരുണ്ടാക്കിയിട്ടുള്ളത്? കോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. എ ലാർജസ്റ്റ് കോൺ ഈസ് കർവ്ഡ് ഔട്ട് ഫ്രം 1 ബ്ലോക്ക്. ആ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? സിലിണ്ടർ ആണ്. ഓക്കെ, അപ്പൊ 1/3 പൈ ആർ സ്ക്വയർ എച്ച് എന്നാണ് വരിക. പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുന്നത് 54,000 പൈ ആണ്. ഓക്കെ, ഈ 54,000ന്റെ 1/3 കണ്ടാൽ മതി. അതിന് 54,000നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5ൽ ഒരു 3 3, 5ന്ന് 3 പോയാൽ 2 4, 7 3 21, 8 3 24, പിന്നെ 3 0 അല്ലേ? ആ 3 0 ഇവിടെ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 18,000 പൈ സെന്റിമീറ്റർ ക്യൂബ്. അതാണ് ഒരു എന്താ പറയാ കോണിന്റെ വോളിയം. ഇനി ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ. മക്കളെ, ഒരു സിലിണ്ടർ ഹൈറ്റും ബേസും ഒക്കെ സെയിം ആയിട്ട് ഒരു സിലിണ്ടർ ഇവിടെ എങ്ങനെ ഉണ്ട്? ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ നിന്ന് മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ നമ്മളുടെ സ്പിയർ വരിക അല്ലെ? ഈ സ്പിയറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതല്ലേ? ആ ഡയമീറ്റർ ഇതിന്റെ ഡയമീറ്ററിന് തുല്യല്ലേ അല്ലെ? സിലിണ്ടറിന്റെ ഡയമീറ്ററിനല്ല അപ്പൊ സ്പിയറിന്റെ ഡയമീറ്ററും വരിക. അപ്പൊ സിലിണ്ടറിന്റെ ഡയമീറ്റർ എത്രയാണ്? 60. അപ്പൊ സ്പിയറിന്റെ ഡയമീറ്റർ എത്രയാ? 60. അപ്പൊ റേഡിയസ് എത്രയാ? 30. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ സ്പിയർ. സ്പിയറിന്റെ വോളിയം എന്താ? സ്പിയറിന്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ, റേഡിയസ് 30. അപ്പൊ 30ന്റെ ക്യൂബ് 30 × 30 × 30 3 30 വരും. ഓക്കെ, 3 30നെ ഗുണിക്കുമ്പോൾ എവിടെ 30 × 30 × 30 ഒരു 3 9, 9 3 27, പിന്നെ 3 0. ഇനി ഈ 27നെ നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ 9 കിട്ടും. കണ്ടോ? ഇനി ഈ 9നെ 4 കൊണ്ട് ഗുണിക്കാം. 9 4 36, പിന്നെ ഒരു 3 0. ഓക്കെ, ഇനി ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് ദ കോൺ ആൻഡ് സ്പിയർ. കോണും സ്പിയറും തമ്മിലുള്ള വോളിയത്തിന്റെ റേഷ്യോ കാണാനാണ്. കോണിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാ? 18,000 പൈ ആണ്. മറ്റത് 36,000 പൈ ആണ്. പൈയും വെട്ടിപ്പോവും. ഈ 3 0 3 0 വെട്ടിപ്പോവും. 18/36 അഥവാ 1:2 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ റേഷ്യോ എത്രയാ? 1:2 ആണ്. മക്കൾ, ഇത്രയും ചോദ്യമാണ് ഈ വർഷത്തിൽ ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക, നല്ല മാർക്ക് കിട്ടുന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി. ഒരിക്കലും നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കളയരുത്. ആദ്യം സ്വയം വിശ്വസിക്കുക. ഓക്കെ, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളത് സ്വയം വിശ്വസിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നമ്മൾ തന്നെ വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരാ നമ്മളെ വിശ്വസിക്കുക? എന്നെ കൊണ്ട് കഴിയും, ഐ ക്യാൻ ആൻഡ് ഐ വിൽ. എന്നെ കൊണ്ട് കഴിയും, ഞാനത് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട്, ഒരു ദൃഢമായിട്ടുള്ള ഒരു തീരുമാനത്തോട് കൂടിയിട്ട് മുമ്പോട്ട് പോകുക. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വിഷ് യു all the very best and thank you for watching this video. See you soon. Bye bye.